ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് 3 തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇന്ന് സാർവത്രിക സഭ ഈശോ തൻ്റെ അപ്പോസ്തലന്മാരാകുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത പീലിപ്പോസിൻ്റെയും ചെറിയ യാക്കോബിൻ്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. അതുകൊണ്ട് ഇന്ന് അല്പനേരം അവരുടെ ജീവിതങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിൽ ഇവർ വരുന്നുണ്ട് എന്നതിനപ്പുറം ഇവരെക്കുറിച്ച് സുവിശേഷങ്ങളിൽ അധികം പരാമർശങ്ങളില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പീലിപ്പോസിനെ കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. യാക്കോബിനെ പറ്റി കൂടുതൽ സൂചനകളുള്ളത് അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ലേഖനത്തിലുമാണ്. ഈ 2 അപ്പോസ്തലന്മാരുടെ തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുവാനുള്ള കാരണം AD 560 ഈ അപ്പോസ്തലന്മാരുടെ തിരുശേഷിപ്പുകൾ യോഹന്നാൻ 3-ാമൻ പാപ്പ റോമിലെ ഒരു ദേവാലയത്തിലേക്ക് ഒന്നിച്ച് കൊണ്ടുവരികയും ഒരുമിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നതാണ്. സത്യസന്ധനായ ഒരു മനുഷ്യനായിട്ടാണ് സുവിശേഷത്തിൽ നാം പീലിപ്പോസിനെ പരിചയപ്പെടുക. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഗലീലയ്ക്ക് അടുത്തുള്ള ബെത്സയിദയാണ്. ഈശോ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പീലിപ്പോസിനോട് തന്നെ അനുഗമിക്കുവാൻ ആവശ്യപ്പെടുന്നത്. നഥാനിയേലിനെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും പീലിപ്പോസാണ്. 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിക്കുന്ന സുവിശേഷ സംഭവത്തിലും യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ഗ്രീക്കുകാരെ അവനിലേക്ക് നയിക്കുന്നിടത്തും അന്ത്യത്താഴ് സമയത്ത് പിതാവിനെ കാണിച്ചു തരാൻ ഈശോയോട് പറയുന്നിടത്തും എത്യോപ്യക്കാരന് തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കുവാനും ജ്ഞാനസ്നാനം നൽകുവാനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായുമൊക്കെ പീലിപ്പോസിനെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. അനേകരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആനയിച്ച പീലിപ്പോസ് ഏകദേശം AD 80 രക്തസാക്ഷിത്വം ഭരിച്ചു എന്നതാണ് വിശ്വാസവും പാരമ്പര്യവും. ആൽഫിയൂസിന്റെ മകനായ യാക്കോബ് യേശുവിൻ്റെ അടുത്ത ബന്ധു കൂടെയായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സഹോദരനും സെബദീപുത്രനുമായ യാക്കോബുമായി മാറിപ്പോകാതിരിക്കുവാനാണ് ചെറിയ യാക്കോബ് എന്ന് ഈ യാക്കോബിനെ വിളിക്കുന്നത്. പിന്നീട് യാക്കോബ് ജെറൂസലേമിലെ മെത്രാനായിരുന്നതായും ചരിത്രത്തിൽ തെളിവുകളുണ്ട്. യാക്കോബ് എഴുതിയതെന്ന പേരിൽ പുതിയ നിയമത്തിലുള്ള ലേഖനം ചെറിയ യാക്കോബ് എഴുതിയതാണ്. സ്നേഹം നിറഞ്ഞവരെ, ജീവിത വിജയത്തിന് കുറുക്കുവഴികൾ തേടുന്ന നമ്മുടെയൊക്കെ ജീവിത ശൈലിക്ക് മുന്നിൽ യേശു തന്നെ പിതാവിലേക്കുള്ള എളുപ്പവഴിയായും ഏക വഴിയായും അവതരിപ്പിക്കുന്നു. ഇന്ന് സുവിശേഷത്തിൽ യേശു തന്നെ വഴിയും സത്യവും ജീവനുമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷ ഭാഗത്ത് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന പീലിപ്പോസിന്റെ ചോദ്യത്തിന് തന്നിൽ പരിപൂർണമായി വിശ്വസിക്കുക എന്നതായിരുന്നു യേശുനാഥന്റെ മറുപടി. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് യേശുനാഥൻ അസന്നിഗ്ധമായി ഇന്ന് സുവിശേഷത്തിലൂടെ പ്രസ്താവിക്കുന്നു. അതോടൊപ്പം തനിക്ക് പിതാവുമായുള്ള ഐക്യവും എൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ അടിവരയിട്ട് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. പിതാവിലേക്കുള്ള വഴിയും പിതാവിൻ്റെ തന്നെ മുഖവുമായ ഈശോനാഥനെ അടുത്തനുകരിച്ച 2 അപ്പോസ്തല പ്രമുഖന്മാരുടെ തിരുനാളാണ് നാം ഇന്ന് സാഘോഷം കൊണ്ടാടുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥം അവിടുന്ന് ആഴമായി വിശ്വസിക്കുക എന്നതാണ്. വഴിയും സത്യവും ജീവനുമായി അവിടുത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്നതാണ്. അവിടുത്തെ സ്വജീവിതത്തിലും ലോകത്തിനു മുന്നിലും ഏറ്റുപറയുക എന്നതാണ്. വിശുദ്ധ പീലിപ്പോസിനെയും യാക്കോബിനെയും പോലെ എല്ലാവർക്കും ഈ അപ്പോസ്തലന്മാരുടെ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.